നമസ്കാരം. കൈരളിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വൈവിധ്യമാർന്ന അനേകം പരിപാടികളുമായി കൈരളി TV ഓണം ആഘോഷിക്കുമ്പോൾ ഇത്തവണ ഹാട്രിക് സന്തോഷവുമായി, ഹാട്രിക് നേട്ടവുമായി ഒരാൾ നമ്മളുടെ ഓണം ആഘോഷിക്കാൻ നമ്മോടൊപ്പമുണ്ട്. മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ, മലയാള സിനിമാ പിന്നണി ഗാനരംഗത്തെ യുവരാജാവ് ശ്രീ വിജയ് യേശുദാസ്. മാരി എന്ന ചിത്രത്തിലൂടെ ഒരു അഭിനേതാവായി രംഗത്തെത്തിയിരിക്കുകയാണ് വിജയ് യേശുദാസ്. അതിനു പുറമെ അദ്ദേഹത്തിന് ഈ ഓണക്കാലത്ത് സന്തോഷിക്കാൻ രണ്ടാമതൊരു കുഞ്ഞുകൂടി ജനിച്ചിരിക്കുന്നു. അതോടൊപ്പം പ്രണയിക്കുന്ന എല്ലാവരുടെയും ദേശീയ ഗാനമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രേമം എന്ന ചിത്രത്തിലെ മലരേ എന്ന ഗാനം ഇപ്പോഴും തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടും വിജയ് യേശുദാസിൻ്റെ ഓണം തന്നെയാണിത് എന്ന് നമുക്ക് തീർത്തും പറയാം. സ്വാഗതം ചെയ്യാം ഓണാശംസകളോടുകൂടി തന്നെ ശ്രീ വിജയ് യേശുദാസിനെ. താങ്ക് യു. എനിക്കും ആദ്യം തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ ഹാട്രിക് എന്തായിരുന്നു എന്നുള്ളത്. അത് ഇവിടെ വെച്ച് സർപ്രൈസ് പൊളിക്കാന്ന് പറഞ്ഞിട്ട് അത് പറയാതിരുന്നത്. ഈ സന്തോഷങ്ങളെല്ലാം ചേർത്ത് വായിച്ചുകൊണ്ട് തന്നെ വിജയോട് ചോദിക്കണേ, അപ്പാർട്ട് ഫ്രം ഓൾ ദിസ് ഇത്തവണ ഓണം എങ്ങനെയൊക്കെയാണ് ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്രാവശ്യം ഐ തിങ്ക് കുഞ്ഞാളും കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റില്ല എൻ്റെ വൈഫിന്, ഞങ്ങൾക്കൊക്കെ. സോ അതുകൊണ്ട് മിക്കവാറും ചെന്നൈ തന്നെ ആയിരിക്കും. എപ്പോഴും ഓണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മലയാളികളുടെ എല്ലാവരുടെയും ഗൃഹാതുരമായ ഓർമ്മകളിലൊന്നാണ് തരംഗിണി. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്തായാലും ഈ ഓണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പ്രേക്ഷകർക്ക് വേണ്ടി ആ ഒരു സുവർണകാലം ഓർമ്മിക്കാൻ വേണ്ടി ആ രണ്ട് വരികൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാം. ആ സുവർണകാലം തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പാടാം. ആദ്യമായിട്ട് എനിക്ക് ശരി പറഞ്ഞ ഒരു മെയിൽ വോയിസ് എന്നുള്ള ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ പിന്നെയും പാടാൻ തുടങ്ങിയത് ഈ പാട്ടാണ്, വിദ്യാസാഗർ സാറിൻ്റെ ഈ സൈഡിൽ. ചന്ദന വളയിട്ട കൈ കൊണ്ടു നീ മണിച്ചെമ്പകപ്പൂക്കളമെഴുതുമ്പോൾ, ചന്ദന വളയിട്ട കൈ കൊണ്ടു നീ മണിച്ചെമ്പകപ്പൂക്കളമെഴുതുമ്പോൾ, പിറകിലൂടിന്നൊരാൾ മിണ്ടാതെ വന്നെത്തി മഷിയെഴുതാത്ത നിൻമിഴികൾ പൊത്തി, പിറകിലൂടന്നൊരാൾ മിണ്ടാതെ വന്നെത്തി മഷിയെഴുതാത്ത നിൻമിഴികൾ പൊത്തി, മഷിയെഴുതാത്ത നിൻമിഴികൾ പൊത്തി. ക്ലാസ്, ട്രൂലി നോസ്റ്റാൾജിക് അല്ലേ? എനിക്കാണോ വിജയ് പോലും ഇത് പാടിയിട്ട് കുറച്ച് കാലം ഉണ്ടാവും അല്ലേ? പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, സാധാരണ വരികൾ ഓർക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന ടൈപ്പിലാണ് ഞാൻ. പക്ഷെ somehow I remember it. ഈ തരംഗിണിയിൽ തന്നെ ഈ ഉത്സവ ഗാനങ്ങളിൽ തന്നെ അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട, വിജയിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതായിരിക്കും? ആരോ കമഴ്ത്തി വെച്ചോരുട്ടുരുളി പോലെ ആകാശത്താവണിത്തിങ്കൾ, പിറകിലൊരോർമ്മയായി മിഴിനീരുവാർക്കും, പിറകിലൊരോർമ്മയായി മിഴിനീരുവാർക്കും, പാഴിരുൾ കരവാണിൻ മുന്നിൽ തിരുമുറ്റത്തെത്തുമ്പോൾ, ഓണനീലാവും ഞാനും, ഓണനീലാവും ഞാനും. ഈ പാട്ട് കേൾക്കുമ്പോൾ നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചെത്താൻ ഓണക്കാലത്ത് എന്ന് തോന്നുന്നു. അതെ, അതായിരിക്കും അതിൻ്റെ ഒരു. ഞാനും ഒരു ഇനോവേ പാട്ട് പാടാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഒരു പ്രവാസിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അമേരിക്കയിലായിരുന്നു 10 വർഷം. പക്ഷെ ഇത് കേൾക്കുമ്പോഴത്തേക്കും എനിക്ക് അതിനോ ജസ്റ്റ് ഇവിടെ തന്നെ ഇരിക്കാനുള്ളതിൻ്റെ ഒക്കെ കുറേ നല്ല കാര്യങ്ങൾ ഓർമ്മ. എപ്പോഴെങ്കിലും ഒരു കരിയർ ഫോക്കസിൽ ഒരു നടനായി കൂടി, ഒരു മൾട്ടി ഫാസറ്റഡ് ആയിട്ടുള്ള ഒരാളായി എനിക്ക് സ്കില്ലുണ്ട്, ഞാനത് ചെയ്ത് നോക്കാം എന്നുള്ളൊരു തോട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? എനിക്ക് ക്യാമറ കോൺഷ്യസ് അല്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഞാൻ ഇമോട്ട് ചെയ്യുന്നത് കറക്റ്റാണോ ആ ക്യാരക്ടറിന്, അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് വേറെ ടൈപ്പ് ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും എൻ്റെ ഫോൾട്ട്സ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ വേറെ ടൈപ്പ് ഒരു വെരി ഹാപ്പി ഗോ ലക്കി ടൈപ്പ് ഒരു ജസ്റ്റ് ഒരു യുനോ ഇപ്പോൾ ചോക്ലേറ്റ് ബോയ് ടൈപ്പ് ഒന്നും എനിക്ക് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന എനിക്ക് 36 വയസ്സായി. തിങ്ക് അബൌട്ട് ദാറ്റ്. പക്ഷെ ഞാൻ പറയാം, ആരെങ്കിലും ഓഫർ ചെയ്യുമോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. സോ ഐ എം നോട്ട് തിങ്കിങ് അബൌട്ട് ദാറ്റ്. റൈറ്റ്, എനിക്ക് ഇപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ മെയിൻ സംഭവം എന്ന് പറയുന്നത് സംഗീതമാണ്. അപ്പം സംഗീതം പഠിക്കുന്നുണ്ട് ഞാൻ, അല്ല ഇപ്പോഴും പാട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ പാട്ട് വരുന്നത് തന്നെ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ എത്രയോ
ഐ തിങ്ക് 2-3 years കാട്ടിലും വളരെ കുറവാണ് എനിക്ക് എന്താണ് പ്രോഗ്രാംസ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഹിറ്റ്സ് കിട്ടിയിട്ടുള്ള സമയം എന്നുള്ള നല്ല നല്ല ഹിറ്റ്സ് കിട്ടിയിട്ടുള്ള സമയം പറയാണ്. ബട്ട് ദാറ്റ്സ് ഓൾ പാർട്ട് ഓഫ് കുറേ സൈഡ് ഓഫ് തിങ്സ്. സിംഗിങ് തന്നെ ഞാനൊരു സിംഗർ ആണ്, എനിക്ക് ഇന്ന പാട്ട് ഈ സമയത്ത് കിട്ടണം എന്നൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടല്ല എനിക്ക് മലരെ കിട്ടിയത്, അല്ലെങ്കിൽ എനിക്ക് അതിനു മുമ്പ് ഈ പുഴയും കിട്ടിയത്, അല്ലെങ്കിൽ മഴ കൊണ്ട് മാത്രം കിട്ടിയത്. മ്യൂസിക് ഡയറക്ടർ ഡിസൈഡ്സ് ഈ പാട്ടിന് വിജയ്. അപ്പോൾ അല്ലെങ്കിൽ മേ ബി വി ഹാവ് സം ഗുഡ് സോൾസ് ഇൻ ദി ഇൻഡസ്ട്രി എന്താണ് ഏഞ്ചൽസ് എന്നൊക്കെ പറയുന്ന പോലെ. ഇപ്പോൾ ഇന്ത്യൻ റുപ്പി ഈ പുഴയും എന്ന് പറഞ്ഞ പാട്ട് സഡനായിട്ട് ക്ലിക്കായത് പൃഥ്വിരാജ് ഒരു ചാനലിൽ ചെന്ന് അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സഡനായിട്ട് അവിടെ നിന്ന് പിക്കപ്പായി. ലിറ്ററലി അങ്ങനെയാണ് സംഭവിച്ചതെന്ന് വേണമെങ്കിൽ പറയാം.